ഹലോ ഗൈസ്, ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഈ റോസാപ്പൂവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വട്ടങ്ങൾ സർക്കിൾ വരച്ചെടുത്തിട്ട് അതിൻ്റെ തുമ്പിൽ മാത്രം കളർ അടിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം, പല സൈസിൽ എടുക്കാം സർക്കിള്. അപ്പോൾ ഇതാ മെയിൻ സാധനങ്ങൾ പേപ്പർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അറ്റത്ത് ഇങ്ങനെ വയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയ വാഷി ടേപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിതിപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ആ റോസാപ്പൂ ഉണ്ടാക്കുന്നത്. പിന്നെ പശ വേണം, മെയിനായിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ഇതിങ്ങനെ ഇവിടെ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഡിസൈൻ അകത്ത് ഇങ്ങനെ മറിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരും. അതേപോലെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ഒരു ലെയർ ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്തിട്ട് കാണാം. ഇങ്ങനെ വെച്ചെടുക്കാം. അതങ്ങനെ ഇരുന്നത് 4 എണ്ണം വേണം ഇത് വയ്ക്കാൻ. അതിന് നമുക്ക് പശ വേണ്ട, എന്നുവെച്ചാൽ ഇതിലൊട്ടില്ല, നമുക്ക് ഒട്ടാത്തതുകൊണ്ട് അതിന് നമുക്ക് പശ വേണ്ട. അപ്പോൾ നമ്മൾ ഇതും കൂടെ ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നതാകാം. അടുത്ത് ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം കാണിക്കാൻ മറന്നുപോയി. ഇവിടെ ഇപ്പോൾ കറണ്ട് പോയി ഗൈസ്. എങ്ങനെയാണ് പശ എങ്ങനെയാണ് തേച്ചിട്ട് ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം. പശ ഇങ്ങനെ ഗൈസ്, ഇതിൽ ഞാൻ ഓട്ടയിട്ടോട്ടെ ഗൈസ്. അതിൻ്റെ പല സാമഗ്രികളും വേണം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ കറണ്ട് പോയതുകൊണ്ട്. ഓക്കെ ഗൈസ്, എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതെടുത്ത് മാറ്റിയപ്പോഴത്തേക്ക് ഇത് നല്ല അമക്കി പിടിച്ച് കൊടുത്തിട്ട് ഇവിടെ ആയിട്ട് പശ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേളിൽ തന്നെ പശ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ അടിയിൽ പശ വയ്ക്കാത്തതുകൊണ്ട് ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. ഞാൻ ആക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതിങ്ങനെ ചെയ്യാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഈ ഫസ്റ്റ് ലെയർ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചുറ്റും പശ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതിനൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കാണിച്ചു തരാമേ. ഓക്കെ, ഞാൻ ഇത് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മേളിൽ കൂടെ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ബാക്കി ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ എന്തോ ഒരു ലുക്കുണ്ട്. അപ്പോൾ ഇതിന് ഇളക്കണം. ഇവിടെ അതിനൊന്ന് നല്ലപോലെ നമുക്കൊന്ന് അമക്കി കൊടുക്കാം. പൊട്ടിച്ചെറിയുള്ളൂ. ഞാൻ ഇത് ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ എന്തോ ചെയ്തില്ല, ഞാൻ പശ ഒട്ടിക്കാതെയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ പശ ഒട്ടിക്കാതെ ചെയ്തു. അങ്ങനെ ഇതെല്ലാം ഞാൻ ഇങ്ങനെ കൈയ്യെടുത്തപ്പോൾ ഇളകിപ്പോയി ഗൈസ്. പിന്നെയാണ് ഞാൻ രണ്ടാമത് ചെയ്തപ്പോഴാണ് ഇത് ശരിയായത്. അങ്ങനെ നമുക്കിത് ഇളക്കാം. അത് ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിങ്ങനെ കത്രിക വെച്ച് ഇങ്ങനെ
ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഈ തുമ്പൊന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കൊളായാലും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മളവിടെ വാഷി ടേപ്പ് ഒട്ടിക്കുന്നുണ്ട്. ഇത് ശരിയാവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത് നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കാം. താത്തി കൊടുക്കാം ഗൈസ്. ആ ഒരു പാർട്ട് ഇങ്ങനെ താത്തി കൊടുക്കാം. ഫുള്ള് റൗണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം ഗൈസ്. ശരിയാവുമായിരിക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കാം. നല്ല വെളുത്തി കറക്കണം. ഓ ഗൈസ്, കിട്ടി. നല്ല രസമുണ്ട് ഗൈസ്, കിട്ടി. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്യാപ്പിൽ ഈ പശ ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം ഇളകി വീഴും. കാരണം ഒന്നും ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, നമ്മളിതിൻ്റെ ചുറ്റും പശ ഒട്ടിച്ച് കൊടുക്കുകയാണ്. എനിക്ക് നല്ലപോലെ അമക്കി കൊടുക്കണം. അടിയിലൂടെ ഓട്ടയുണ്ട്, അതുകൊണ്ട് പിടിക്കാൻ നല്ല സുഖമാണ് ഗൈസ്. ഇങ്ങനെ അമക്കി കൊടുക്കുക. കയ്യിൽ മൊത്തം പശയായി ഗൈസ്. ഇതാ നല്ലപോലെ അമക്കണം. ഇവിടെയൊക്കെ ഇളകി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നല്ലപോലെ അമക്കി കൊടുക്കേ. അപ്പോൾ നമ്മുടെ